എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ നിങ്ങളാണ് എന്നെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. കുറെ നേരമായിട്ട് അപ്പു തുടങ്ങിയതാണ്. എനിക്ക് എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. ആരാണ് ഇവിടെ SC ST പട്ടികജാതിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുള്ളത്? വേണം തന്നെയാണ് ഓരോ ഇന്റർവ്യൂവിലും ഓരോ പാട്ടിലൂടെയും അത് കുത്തുന്നത്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, എന്നിട്ട് പിന്നെ അങ്ങോട്ട് വേണം നിങ്ങളുടെ പ്രസംഗം. വേടന്റെ പാട്ട് കേട്ട് ആരും സന്തോഷിക്കുന്നില്ലെന്ന് പറയുന്നത്. വേടന്റെ പാട്ട് കൂക്കി വിളിക്കുന്നവർക്ക് ഒരുപാടുണ്ട്, നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? വേടന്റെ പാട്ടിന് ആസ്വാദനമില്ലെങ്കിൽ, വേടന്റെ പാട്ട് ബോറാണെങ്കിൽ, വേടന്റെ പാട്ട് മാർക്കറ്റിംഗ് തന്ത്രമാണ്. വേടന്റെ പാട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾ സമ്മതിച്ചല്ലോ. വേടന്റെ പാട്ട് മാനസാന്തരം കാണിക്കുന്നല്ലോ. എന്റെ സുഹൃത്താണ്, ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കി. രാഷ്ട്രീയമാണ് വേടൻ ഉദ്ദേശിക്കുന്നത്, അവരെ വിമർശിക്കുന്നതുകൊണ്ട്. വേടന്റെ ബാല്യകാലത്ത് അയാൾ അനുഭവിച്ച അയാളുടെ ജാതി കൊണ്ട് അയാൾ നേരിട്ട പ്രശ്നങ്ങൾ അധിക്ഷേപിക്കുന്ന വേടൻ എന്തിനാണ് പിണറായി അധിക്ഷേപിക്കുന്നത്? വേടൻ എന്തിനാണ് ഉമ്മൻചാണ്ടി അധിക്ഷേപിക്കുന്നത്? അദ്ദേഹം അതൊക്കെയല്ലേ ചെയ്യുന്നത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ എന്ത് ബോഡി ഷേമിംഗ് ഞാൻ ചെയ്തത്? നിങ്ങളാണ് എന്നെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. കുറെ നേരമായിട്ട് അപ്പു തുടങ്ങിയതാണ്. എനിക്ക് അപ്പു ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അത് വലിയ കാര്യാക്കണ്ട ഏലിയാമ്മേ, പ്രായമായാലും ഒതുങ്ങേല. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.